കാഴ്ചയിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. താൻ കളിയാക്കുമെന്ന് എനിക്കറിയാം. വാദിക്കുന്നില്ല വക്കീലെ. പിന്നെ താൻ ഈവാമരിയുടെ ഡീറ്റെയിൽസ് പറ. താൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് റീകളക്ട് ചെയ്ത് നോക്കി. അന്നേ ആളൊരുമാതിരി ഡെസ്പ് ലൈനായിരുന്നു. ഈ ദർശനും ഈവാമരിയും ലവ് മാരേജാ, ഒരു ക്യാമ്പസ് ലവ്. ഈ സെപ്പറേറ്റഡ് ആവാനുള്ള തീരുമാനം ആരാടുത്തെ? ഈവാമരിയാണ് ഡിവോഴ്സ് ഫയൽ ചെയ്തത്. ആ ദർശൻ പുതിയ ലൈഫിനും റിലേഷൻഷിപ്പിനും പുറകെ പോയപ്പം ഇവയുടെ ഒരു ക്യാരക്ടർ വെച്ച് സ്വയം അങ്ങ് മാറിക്കൊടുത്തതായിട്ടാണ് തോന്നിയത്. പിന്നെ അന്നേ അവൾക്ക് ആത്മീയതയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഗുരുജിയില്ലേ, ആ സ്പിരിച്വൽ ടോക്കൊക്കെ ചെയ്യുന്ന പരംഗുരുജിയാണോ? അത് തന്നെ. ആ പുള്ളിയുടെ ടോക്കൊക്കെ കേട്ട് ഒരു സ്പിരിച്വൽ ജേർണി പോകാനുള്ള മൂഡിലായിരുന്നു ആ കുട്ടി. ഈ ഡിവോഴ്സ് തന്നെ പ്രസന്റ് ലൈഫിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ഒരു ഓപ്ഷനായിരുന്നു ഇവയ്ക്ക്. ഇനിയിപ്പോ ഈവാമരിയ മറ്റൊരാളായി ആത്മീയതയുടെ പാതയിലെങ്ങാനും ഉണ്ടാവോ? അതല്ലെങ്കിൽ തൻ്റെ ഇൻഡ്യൂഷൻ പോലെ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാണ്. ഇപ്പോൾ ഇതൊരു ട്രാമ്പിൾ പസിൽ പോലെ ആയല്ലേ? ആ പസിലാണ് എനിക്ക് സോൾവ് ചെയ്യേണ്ടത്. അതാ എൻ്റെ പ്രയോറിറ്റി. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ കുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് കുറച്ച് നാളത്തേക്കുള്ള പണിയായല്ലോ. അന്വേഷിച്ചോ? അതൊക്കെ ഓൾറെഡി തുടങ്ങി. പിന്നെ അന്വേഷണത്തിൽ ഞങ്ങളൊരു ക്രൂഷ്യൽ പോയിന്റിലായിപ്പോൾ ചില വൈറ്റൽ ക്ലൂസും കിട്ടിയിട്ടുണ്ട്. These are the reports. ഇത് hair strands madam. Sir, this is Mr. Amrit Raj from Tamil Nadu Police. Hi Amrit Raj. So this is the forensic report sir. Sir, the victim கையில ஹோல்ட் பண்ணிருந்த hair strands இதுதான் sir trace evidence. Short hairs தான் sir. I think இது அந்த கில்லருடைய ஹேரா தான் இருக்கும். Yeah. Sir. Thanks, Amrit Raj. Thank you sir. Sir, ആ ഓഫീസർ പറഞ്ഞ പോലെ ഈ ഹെയർ സ്ട്രാൻഡ്സ് കില്ലറുടേത് തന്നെയാണെങ്കിലോ മരണവെപ്രാളത്തിൽ ഈവ അയാളുടെ തലമുടി വലിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ? നീല പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എവറി കോൺടാക്ട് വിൽ ലീവ് എ ട്രേസ്. ലൈക്ക് യു സെഡ്, ഈ മുടി കില്ലറുടേതാകാം, അയാൾ അറിയാതെ അവശേഷിപ്പിച്ച ഒരു തെളിവ്. ഇവ ആളൊരു റിസർവ് ടൈപ്പ് ആയിരുന്നു. പിന്നെ എൻ്റെ ടീമിലായിരുന്നതുകൊണ്ട് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നല്ലാതെ അധികം പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നു റഫീഖ ഇവയെ ലാസ്റ്റ് മീറ്റ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഇവ ഇവിടുന്ന് പോയതിൻ്റെ തലേന്ന്. ആക്ച്വലി ഇവയ്ക്ക് ഇവിടുന്ന് റിലീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. റെസിഗ്നേഷനും കൊടുത്തതാ. ബട്ട് നോട്ടീസ് പീരീഡ് കഴിയുന്നതിന് മുൻപ് തന്നെ വൺ ഫൈൻ മോർണിംഗ് ഷീ ലെഫ്റ്റ് ഫ്രം ഹിയർ. ഇവിടെ ആരോടും ഒന്നും പറയാതെ അവൾ പോയത്. ഇവയെ റഫീഖ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കുറേ വിളിച്ചായിരുന്നു, മെസ്സേജും ചെയ്തു. പക്ഷേ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു സഖി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലില്ലേ, ഇവ അപ്പം താമസിച്ചിരുന്നത് അവിടെയാ. അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവൾ അവിടെയും ആരോടും ഒന്നും പറയാതെ പോയിന്നാ. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല? പിന്നെപ്പോഴാ എൻ്റെ മാരേജ് ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ അവൾക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ കിട്ടിയായിരുന്നു? യെസ്, ഷീ റിപ്ലൈഡ്. എന്തായിരുന്നു റിപ്ലൈ ചെയ്ത്? കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഏതോ ഒരു യാത്രയിലാണ്, നിക്കാഹിന് വരാൻ പറ്റില്ല, സോറി, ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ എവിടെയാന്നൊക്കെ അന്വേഷിച്ചപ്പോൾ പിന്നെ ഒരു റിപ്ലൈ ഇല്ല. ഈ ഇൻവിറ്റേഷൻ എപ്പോഴായിരുന്നു അയച്ചേ? എൻ്റെ മാരേജ് ജാനുവരി 2020 അപ്പോൾ ദിസ് മൈറ്റ് ബി 2019 ഡിസംബർ 2nd വീക്ക് ഓർ 3rd വീക്ക്. ഓക്കെ, എന്തായാലും എനിക്ക് ഇവിടെ നമ്പർ ഒന്ന് അയക്കണേ. യാ ഷുവർ. താങ്ക് യു. താങ്ക് യു. ശരി. ഹലോ മാം. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. DNA റിസൾട്ടിൽ നമുക്ക് കിട്ടിയ സ്കള്ളും തക്കലയിൽ നിന്ന് കിട്ടിയ കൈകളും ഒരാളുടേത് തന്നെ, ഈവാമരയുടേത്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു മാം. ഇനി ആ ഹെയർ സ്ട്രാൻഡ്സിന്റെ ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ അതിപ്പോൾ വേണ്ട. സസ്പെക്ട്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വരെ ഹെയർ സ്ട്രാൻഡ്സിന്റെ കാര്യം നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. അല്ല, അത് മാം. ഹലോ.
രണ്ടുപേരും മാത്രമായപ്പോഴാണ് മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചത്. ദർശന വന്ന് വാടകയ്ക്ക് എടുത്തത്. അതിനുശേഷമായിരുന്നു അവരുടെ കല്യാണം. പിന്നെ രണ്ടുപേരും കൂടി താമസം തുടങ്ങി. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് അറിയോ? ഒരു വീട്ടിലാണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിൽ തലയിടാൻ പോയിട്ടില്ല. ഇങ്ങനൊരു കല്യാണമാകുമ്പോൾ കുടുംബക്കാർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് ആ മോളുടെ അച്ഛനൊക്കെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായെന്ന് കരുതിയതാ. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല. അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. ആ പയ്യന് വേറെ ഏതോ ഒരു കുട്ടിയായിട്ട് അടുപ്പുണ്ടായിരുന്നു. ഈവ ഇവിടുന്ന് താമസം മാറിപ്പോയത് ആ പയ്യൻ ഇങ്ങോട്ട് വരാതായപ്പോൾ ആ കുട്ടി ഒറ്റയ്ക്കായി. പിന്നീട് 1-2 മാസം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓഫീസിനടുത്ത് ഒരു ഹോസ്റ്റലിലേക്ക് മാറി. പിന്നെ നിങ്ങൾ ഈവ മറിയെ കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഇവിടുന്ന് പോയതിനു ശേഷം കണ്ടിട്ടില്ല. ശരി, താങ്ക് യു. ഞങ്ങൾ ഇറങ്ങാം. ശരി സർ, ഇത് ഈവ റൂമിൽ മറന്നു വെച്ചിട്ട് പോയതാ. ഇനി മനഃപൂർവ്വം വെച്ചതാണോന്നും അറിയില്ല. നമ്മൾ ആ കുട്ടിയെ പിന്നൊരു ദിവസം കണ്ടില്ലേ? എവിടെ വെച്ച് കണ്ടു? അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം സെപ്റ്റംബറിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ട്രാഫിക് ബ്ലോക്കിനിടയിൽ ഇവ ഒരു കാറിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വിളിച്ചിട്ട് ആ കുട്ടി കേട്ടില്ല. ഇവയെ കൂടാതെ ആ കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? കാർ ഓടിച്ചിരുന്നത് ഇവയല്ല, വേറൊരു ലേഡിയാ. ഒരു മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത ലേഡി. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. സിയാദ് സർ, സിയാദ്, നമുക്ക് ഫോറൻസിക് ലാബിലേക്ക് പോകാം ഇപ്പോൾ. ഹെയർ സ്ട്രാൻഡിൽ നിന്ന് ജെൻഡർ ഡിറ്റക്ട് ചെയ്യാൻ MT-DNA, ഫിഷ് ടെസ്റ്റ് എന്നീ ചില ടെസ്റ്റുകളുണ്ട്. പക്ഷേ ഈ കേസിൽ സസ്പെക്ട്സിനെ നാരോ ഡൗൺ ചെയ്യുന്നത് വരെ ഫർദർ പ്രൊസീജിയേഴ്സ് വേണ്ടെന്ന് മാലിനി മാഡം പറഞ്ഞതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ബട്ട് ഇഫ് യു ഗീവ് എൻ ഒഫീഷ്യൽ റിക്വസ്റ്റ് വി വിൽ ഡു ഇറ്റ്. ഓക്കെ മഹേഷ്, ഐ വിൽ പ്രൊസീഡ് വിത്ത് ഇറ്റ്. ഞെട്ടണ്ട മോളെ, ഞാനാ. ആ അച്ഛമ്മയുടെ ചിന്നൂട്ടി വാ. ചിന്നൂട്ടിയെ കാണാനാ അച്ഛമ്മ വന്നേ. മോള് വാതിൽ തുറക്ക്, അകത്തിരിക്കാം. നല്ല വീടാണല്ലോ മോളെ. ഞാനിവിടെ പരംഗുരുജിയുടെ ഒരു പ്രഭാഷണത്തിന് വന്നതാ. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. മോളെ അന്വേഷിച്ച് ഞാൻ പഴയ ഹോസ്റ്റലിൽ പോയിരുന്നു. അപ്പം അവരാ പറഞ്ഞ് ഇവിടെയാണ് താമസമെന്ന്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. 10 മിനിറ്റ്. എനിക്ക് മോളോട് ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനം എടുക്കണം. ചിന്നുവിൻ്റെ കസ്റ്റഡി കാര്യമല്ലേ, അത് കോർട്ട് തീരുമാനിച്ചോളൂ. വേറെയും ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനുണ്ട്. എനിക്കൊന്നും ആലോചിക്കാനും ഇല്ല, സംസാരിക്കാനും ഇല്ല. സംസാരിച്ചില്ലെങ്കിലും ഒരു ചായ ആവാം. മോളൊരു ചായ എടുത്തോ, മധുരം വേണ്ട. ചിന്നുട്ടി, അച്ഛമ്മയുടെ കൂടെ പോരെ. കുറേ ചോക്ലേറ്റ്സും ടോയ്സും ഒക്കെ വാങ്ങിത്തരാം. എൻ്റെ ചിന്നുട്ടിയെ സുന്ദരി കുട്ടിയാ. ഡാഡിയെ കാണിക്കാനേ നമുക്ക് ഒരു സെൽഫി എടുത്താലോ?
സംശയം കറക്റ്റായിരുന്നു. ദ ഹെയർ ബിലോങ്സ് ടു എ ഫീമെയിൽ. ഹെയർ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്ത്രീയുടേതാവാം. താങ്ക്സ് മഹേഷ്. യു ആർ മോസ്റ്റ് വെൽക്കം. മോളെ എവിടെ? ഒരു വേഗ് ഐഡിയ കിട്ടിയെന്നേ ഉള്ളൂ മാം. എന്തായാലും ഷോർട്ട് ഹെയർ ഉള്ളൊരു ഫീമെയിൽ ഈ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. യാ, ഐ വിൽ കീപ് യു ഇൻ ദ ലൂപ്പ്. യെസ് മാം.